പാരഡി ഗാനത്തിനെതിരെ അല്ല പരാതി കൊടുത്തിരിക്കുന്നത്. ശാസ്താവെന്നും അയ്യപ്പനെന്നും ഉപയോഗിക്കുന്നത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പരാതി കൊടുത്തത്. സ്വാമിയെ അയ്യപ്പോ എന്നുള്ളതാണ്, മന്ത്രിയെ പയ്യപ്പോ എന്നുള്ള രീതിയിൽ അതും നല്ലൊരു അയ്യപ്പ ഭക്തിഗാനമാണ്. അപ്പോൾ അവിടെ മതവികാരം വ്രണപ്പെടുന്നില്ല എന്നുള്ളതാണോ? അല്ല, പാരഡി ഗാനത്തിൽ എന്ത് മതവികാരം വ്രണപ്പെടാനിരിക്കുന്നു? അതിനകത്ത് നമ്മൾ ഉപയോഗിച്ച വാക്കുകളാണ് മതവികാരം വ്രണപ്പെടുന്നത്. അത് ഹൈക്കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വക്കറ്റുമായിട്ട് സംസാരിച്ചു, അതുമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ കൊടുത്തിട്ട് അതിനൊരു പോരാട്ടം നടത്തും. എനിക്ക് CPM-ഉമായിട്ട് ഇന്നലെയും ബന്ധങ്ങളില്ല, ഇന്നും ബന്ധമില്ല, നാളെ ആ മരണം വരെ ആ ബന്ധം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ DGPക്ക് പരാതി നൽകിയ തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രസാദ് കുഴിക്കാലയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അപ്പോൾ മതവികാരം വ്രണപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് താങ്കൾ DGPക്ക് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ ചർച്ചയാകുന്നത്, ഏതാണ്ട് 11 വർഷം മുമ്പ് കൈരളി TV-യുടെ ഒരു യൂട്യൂബ് ചാനലിലടക്കം വന്നൊരു മറ്റൊരു പാരഡി ഗാനമാണ് മന്ത്രിയെ പയ്യപ്പോ എന്ന് പറയുന്ന നാദിർഷയും കലാഭവൻ മണിയും ചേർന്ന് ആലപിച്ചിരിക്കുന്ന മറ്റൊരു പാരഡി ഗാനം. അത് ഇപ്പോഴും കൈരളി TV-യുടെ യൂട്യൂബ് ചാനലിലടക്കം കിടക്കുന്നുമുണ്ട്. അപ്പോൾ ഈ നിലവിലെ ഈ പാട്ട് പോറ്റിയെ കേറ്റിയെ എന്നുള്ളൊരു പാട്ട് മതവികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അന്നത്തെ ആ മന്ത്രിയെ പയ്യപ്പോ എന്നുള്ള ആ ഗാനവും മതവികാരം വ്രണപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെതിരെ താങ്കൾ പരാതി നൽകിയിട്ടുണ്ടോ? കൈരളി ചാനലിനെതിരെ അല്ലെങ്കിൽ നാദിർഷയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? അല്ല, നമ്മൾ ആദ്യമേ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴാണല്ലോ ഇത് കൂടുതൽ ചർച്ചയും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ അന്നേരമാണല്ലോ ഇത് നമ്മൾ ഓരോന്നും നമ്മൾ കീറി പരിശോധിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നത്. അത് തന്നെ ആദ്യം പറയാം, ഈ നാദർഷ നടത്തിയ ആ ചാനലിലെ അല്ലെങ്കിൽ ആ പാട്ടിനെ സംബന്ധിച്ച് ചാനലിൽ കൂടാണ് എന്നെ അതൊരു ചർച്ചയിലാണത് കേൾപ്പിച്ചത്. അപ്പോൾ അതിനകത്ത് പറയുന്ന പയ്യപ്പോ എന്നാണ് പറയുന്നത്, അയ്യപ്പ എന്നല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വേർഡ് കറക്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പയ്യപ്പോ എന്ന് തോന്നുന്നു. അത് കേൾക്കുമ്പോൾ മാത്രമാണ് അയ്യപ്പ എന്ന് തോന്നുന്നത്. അതിനെതിരെ നമ്മളെന്തിനു പരാതി കൊടുക്കണം? നമുക്കിവിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉണ്ടായ പാരഡി ഗാനത്തിനെതിരെ അല്ല ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. അതൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരിക്കലും പാരഡി ഗാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് വേറെ കാര്യം. പക്ഷേ ശാസ്താവെന്നും അയ്യപ്പനെന്നും ഉപയോഗിക്കുന്നത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പരാതി കൊടുത്തത്. ആ പരാതിയിലാണ് നടപടി എടുക്കണം, അത് ഒഴിവാക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും പാരഡി ഗാനത്തിനെതിരെ അല്ല പരാതി കൊടുത്തിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എത്രയോ പ്രശ്നങ്ങളാണ് ഇന്നലെ മുതൽ, എത്രയോ ആളുകൾ വളരെ സൗമ്യമല്ലാത്ത രീതിയിൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ മോശപ്പെടുത്തുന്നു, എത്രയോ പേര് അനുകൂലിക്കുന്നു. അതും യഥാർത്ഥത്തിൽ നല്ലൊരു അയ്യപ്പ ഭക്തിഗാനമാണ്. സ്വാമിയെ അയ്യപ്പോ എന്നുള്ളതാണ്, മന്ത്രിയെ പയ്യപ്പോ എന്നുള്ള രീതിയിൽ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതും നല്ലൊരു അയ്യപ്പ ഭക്തിഗാനമാണ്. അപ്പോൾ അവിടെ മതവികാരം വ്രണപ്പെടുന്നില്ല എന്നുള്ളതാണോ? അല്ല, പാരഡി ഗാനത്തിൽ എന്ത് മതവികാരം വ്രണപ്പെടാനിരിക്കുന്നു? അതിനകത്ത് നമ്മൾ ഉപയോഗിച്ച വാക്കുകളാണ് മതവികാരം വ്രണപ്പെടുന്നത്. അയ്യപ്പനെന്നും ശാസ്താവെന്നും ഉപയോഗിക്കുന്നതിന് ഭഗവാനല്ലാതെ വേറെ ആരാ ഇതിനുള്ളത്? അപ്പോൾ അയ്യപ്പനെന്നുള്ള പേരുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഇത് പറഞ്ഞു വന്നിട്ട് അതിലെ ധ്വനി ഉണ്ടാകുന്നതെന്ന് ഏതൊരാളിനും, എത്ര അരിഹാരം കഴിക്കുന്ന ഒരാളിന് മനസ്സിലാകും അത് ആരെയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അയ്യപ്പനാണ് അതിനകത്ത് പ്രധാനമായിട്ട്, സ്വാമിയും ഉണ്ട്, അയ്യപ്പനും അതിനകത്ത് ശാസ്താവും ചേർത്തിരിക്കുക. അത് മാറ്റാനേ നമ്മൾ പറഞ്ഞിട്ടുള്ളല്ലോ. അതിനകത്ത് വേറെ ഒരു കാര്യത്തും അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് മാറ്റണം. അത് എന്താണ് അതിൻ്റെ ആ ഉദ്ദേശം എന്താണ്? ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഏതെങ്കിലും മറ്റ് മതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഇപ്പം പിന്നെ നബിയുടെ എത്രയോ പാട്ടുകൾ നമ്മൾ കേട്ടിട്ട്, എത്രയോ വിഷയങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. ഒരു നബിയുടെയോ യേശു ക്രിസ്തുവിൻ്റെ വല്ലോ ഒരു പാട്ട് ഇതേ രീതി കയറ്റി വെച്ച് ചെയ്യാമായിരുന്നു എന്നുണ്ടെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ സ്ഥിതി? ആർക്കും വികാരം ഉണ്ടാകത്തില്ലേ? അവർ അതേ രീതിയിൽ ഭക്തി ഉണ്ടെങ്കിൽ അവർക്ക് വികാരം ഉണ്ടാവും, അവരതിനെ ചോദ്യം ചെയ്യും. നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് മതവികാരം വ്രണപ്പെടുന്നുണ്ടെങ്കിൽ പോലീസ് കേസെടുക്കട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വഴിക്കൂടെ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് മതവികാരം വ്രണപ്പെട്ടു, അല്ലെങ്കിൽ മാനസികമായി എനിക്ക് അതിനകത്ത് വേദന ഉണ്ടായി. ആ മന്ത്രിയെ പയ്യപ്പോ എന്ന് പറയുന്ന ആ ഒരു പാരഡി ഗാനത്തിനെതിരെ നിയമ നടപടികളുമായി തൽക്കാലം മുന്നോട്ടില്ല. അല്ലെ, നമ്മളെന്തിനാ അതിന് ഒരു പാരഡി ഗാനത്തിനെതിരെ നമ്മളെന്തിനാ മുന്നോട്ട് പോകണ്ടേ? അതിനകത്തൊരു ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. കാരണം അതിനകത്ത് ആ വേർഡുകളെല്ലാം വേറെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പക്ഷേ വ്യക്തമായ രീതിയിൽ ശാസ്താവും അയ്യപ്പനും ഉപയോഗിച്ചിരിക്കുക. ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, എനിക്കതിനകത്ത് വേറെ ഒരു പരാതിയുമില്ല. ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ആ പാട്ടിനെ പിന്നെ പൊതുജനത്തിന് മുന്നിൽ അവതരിപ്പിക്കണം. ഈ പാരഡി ഗാനത്തിനെതിരെ താങ്കൾ ഇന്നലെ DGPക്ക് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ തന്നെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള രാജു എബ്രഹാം ഈ വിഷയത്തിൽ താങ്കളുടെ പരാതി അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭക്തിഗാനങ്ങളെ പാരഡി ഗാനങ്ങളാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹവും രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ ഒരു CPM നേതാവാണെങ്കിൽ CPM അനുഭാവിയാണ് എന്നുള്ള തലത്തിലാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെ കണ്ടിരിക്കുന്നത്. അതിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, അതെ, ഇപ്പം എനിക്കതിനെ കേൾക്കുന്നുണ്ട്, ഒരു രസാവകമായിട്ടാണ് അതിനെ കേൾക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ നിലപാട് എൻ്റെ നാട്ടുകാർക്കറിയാം. എൻ്റെ ഈ നാട്ടിലുള്ള സകല ആളുകൾക്കും എൻ്റെ സോഷ്യൽ മീഡിയ, എൻ്റെ ഫേസ്ബുക്ക് സഹിതം പരിശോധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള നിലപാടുകളെല്ലാം അതിൽ നിന്ന് ബോധ്യമാകും.
ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല. എനിക്ക് CPM-ഉമായിട്ട് ഇന്നലെയും ബന്ധങ്ങളില്ല, ഇന്നും ബന്ധമില്ല, നാളെ ആ മരണം വരെ ആ ബന്ധം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. ഈ ആളുകളെ എല്ലാം എൻ്റെ MLA ആയതുകൊണ്ട് രാജീവ് എബ്രഹാമിനെ എനിക്കറിയാം, ആ ഒരു സ്നേഹം അന്നുമുണ്ട് ഇന്നുമുണ്ട്. അത് BJP-കാരനോടും ആ സ്നേഹമുണ്ട്, കോൺഗ്രസ്സുകാരോടും ആ സ്നേഹം എനിക്കുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടി ഒരാളിനോടും അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് ഞാനൊരു പൊതുപ്രവർത്തകനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു ബന്ധം ഞാൻ എല്ലാവരോടും വെച്ച് പുലർത്തുന്നത്. അപ്പോൾ അതിനകത്ത് ആ മാനത്തിൽ അത് എന്നെ കാണണ്ട. പിന്നെ CPM-ന്റെ നേതാവ് അത് ഉപയോഗിച്ചു എന്നുള്ളത് ഞാൻ ഇന്നലെ നിങ്ങളുടെ തന്നെയുള്ള മാധ്യമ പ്രവർത്തകർ ഇവിടെ വരുന്ന സമയത്താണ് രാജീവ് എബ്രഹാം ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ പിന്നെ തിരിച്ചറിവ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അത് വേറെ ഏത് രാഷ്ട്രീയക്കാർക്കും അതെടുത്ത് അങ്ങനെ ഒക്കുന്നതാണെങ്കിൽ അവർക്ക് പ്രചരിപ്പിക്കാം. അപ്പം പക്ഷേ ആ സമയങ്ങളിൽ അതേ രീതിയിൽ പുള്ളി പ്രതികരിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അനുകൂലിച്ചതല്ലല്ലോ, ഞാൻ അതിൻ്റെ പുറകെ പോയല്ലോ, ഞാൻ അവരെ വിളിച്ചു പറഞ്ഞ് അനുകൂലിപ്പിച്ചതാണോ? അപ്പോൾ അവർക്ക് ഏതെങ്കിലും രീതിയിൽ അതിന് നേട്ടം ഉണ്ടെങ്കിൽ അവർ കൊയ്യട്ടെ, വേറൊരാൾക്ക് നേട്ടം കിട്ടിയാൽ അവരും കൊയ്യട്ടെ. ഇതിനകത്ത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ വെച്ചിട്ട് മുതലെടുത്തതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരാൾ വക്താവായിട്ടും അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാനോ ഞാൻ അതിനാളല്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്നോട് ഈ ചോദിച്ച വളരെ ബഹുമാനത്തോട് തന്നെ ഞാനത് കേൾക്കുന്നു. ഒരിക്കലും എന്നെ പിന്നെ ഇപ്പം ഇന്നലെ ഒരു ആരോപണം വന്നത് എൻ്റെ അനിയന് റാന്നി പഞ്ചായത്ത് പ്രസിഡന്റ്, അയാൾ സ്വതന്ത്രനായിട്ട് മത്സരിച്ച് CPM-ഉം കോൺഗ്രസും ഒക്കെ സപ്പോർട്ട് ചെയ്ത് അയാൾ ഭരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയാൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, എൻ്റെ വാർഡിലുമാണ് മത്സരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ നാട്ടിലുള്ള ആരോടെങ്കിലും ചോദിച്ചില്ല, ഈ അനിയന് വേണ്ടി ഞാൻ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരാളിൻ്റെ മുന്നിൽ ഞാൻ വോട്ട് പിടിക്കാൻ ഏതെങ്കിലും ഒരു വീട് കയറിയോ അല്ലെങ്കിൽ ഞാനത് സ്ലിപ്പ് കൊണ്ട് നടന്നോ അല്ലെങ്കിൽ അതിന് നടന്നു, ഞാനൊരിക്കലും അതിന് പോയിട്ടേ ഇല്ല. ഞാൻ LDF-ൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ BJP-യുടെ ഒരു വക്താവായിട്ടല്ല ഇവിടെ സംസാരിച്ചത്. ഞാനൊരു അയ്യപ്പ ഭക്തനായിട്ടാണ് സംസാരിച്ചത്. ഞാൻ അതിനുവേണ്ടി വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ കാര്യം ചെയ്തത്. എൻ്റെ അച്ഛൻ ഇപ്പോൾ മരിച്ച 3 മാസമേ ആയുള്ളൂ. എൻ്റെ കുട്ടിക്കാലം മുതലേ ഞങ്ങളുടെ അച്ഛനെ ഞങ്ങളെ കയ്യെ പിടിച്ച് ശബരിമലയ്ക്ക് കൊണ്ടുവന്ന ആളാണ്. എൻ്റെ അച്ഛൻ 22 മിനിറ്റ് ശരണം വിളിച്ചുകൊണ്ടാണ് മരണത്തെ വരിച്ചത്. ശരണം വിളിച്ച് കട്ടിലിലേക്ക് കിടന്ന് മരിച്ച ഒരു അച്ഛൻ്റെ മകനാണ് ഞാൻ. ഒരിക്കലും ഭഗവാന് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ആ കാര്യത്തിൽ ഉണ്ടാകത്തില്ല എന്ന് 100% അടിവരയിട്ട് പറയാൻ എന്നെ കൊണ്ട് സാധിക്കും. ആരെന്നെ അതിനു വേണ്ടി ഇനിയും അവിശ്വസിച്ചാലും എന്ത് ചെയ്താലും കഴിഞ്ഞ 40 വർഷമായിട്ട് ഭഗവാന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്തു വരുന്നത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. എനിക്ക് എൻ്റെ ഭഗവാനും എൻ്റെ വിശ്വാസവും മാത്രമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ പരാതി കൊടുത്തതിന് പിന്നാലെ താങ്കൾ ഒരു CPM പ്രവർത്തകനാണ് എന്നൊരു തെറ്റിദ്ധാരണയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം താങ്കൾക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അതെ, ഞാൻ ഇന്നലെ വൈകിട്ട് സോഷ്യൽ മീഡിയയ്ക്കകത്ത് പരിശോധിച്ചപ്പോഴാണ് CPM-ഉം അതിൻ്റെ വക്താവ് എന്നൊക്കെയുള്ള രീതിയിൽ പലയിടത്തുനിന്നും അത് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ വരുന്ന സമയത്ത് അതിനെ പിന്നെ വായിക്കാനോ അതിനെ ചർച്ച ചെയ്യാനോ ഞാൻ ആളല്ല. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എത്രയോ ആൾക്കാരെ ഇന്ന് ഈ നാട്ടിലുള്ള എത്രയോ ആൾക്കാരെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വരും. നമ്മൾ അതിന് കൈ കൊടുക്കാൻ പോയാൽ നമുക്കൊരിക്കലും മുന്നോട്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഞാനൊരിക്കലും CPM-ൻ്റെ ആളല്ല എന്ന് എൻ്റെ നാട്ടുകാർക്കും എന്നെ കണ്ടവർക്കും എൻ്റെ കൂടെ ചേർന്ന് നിന്നവർക്കും ഞാൻ അറിയാം. ഇന്ന് വരെ ആ ഒരു പ്രസ്ഥാനവുമായിട്ട് ഒരു ബന്ധവും വെച്ച് പുലർത്തിയിട്ടുള്ള ഒരാളല്ല. പിന്നെ പൊതുവെ നടക്കുന്ന MLA ആയാലും MP ആയാലും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും മെമ്പർ ആയാലും പൊതു ഒരു പരിപാടി വിളിക്കുന്ന സമയത്ത് നമ്മുടെ അവിടെ ചെല്ലും, നമ്മൾ അഭിപ്രായം പറയും. അഭിപ്രായം ചിലർക്ക് രസിക്കും, ചിലർക്ക് രസിക്കത്തില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഒരാളിൻ്റെ വക്താവല്ല ഞാൻ. ഈ പറയുന്ന രണ്ട് വേടുകൾ അയ്യപ്പനും ശാസ്താവും ആ വേടുകൾ അതിനകത്തുനിന്ന് ആ പാട്ടിൽ നിന്ന് ഒഴിവാക്കണമെന്ന് മാത്രമാണ് എൻ്റെ അഭിപ്രായം. അത് പൂർണ്ണമായും കിട്ടുന്നിടം വരെ അത് ഹൈക്കോടതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡ്വക്കറ്റുമായിട്ട് സംസാരിച്ചു. അതുമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ കൊടുത്തിട്ട് അതിനൊരു പോരാട്ടം നടത്തും. പോറ്റിയെ കേറ്റിയെ എന്ന ആ പാരഡി ഗാനത്തിനെതിരെ പ്രസാദ് കുഴിക്കാല പരാതി നൽകിയ സമയം മുതൽ ഇദ്ദേഹം CPM-ൻ്റെ വക്താവാണ് അല്ലെങ്കിൽ CPM-കാരനാണ് എന്ന ഒരു തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി തനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരു അയ്യപ്പ വിശ്വാസി എന്നതിലുപരി മറ്റ് ഒന്നും അതിലില്ല. അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ട് തന്നെ അത്തരത്തിൽ ആ പാട്ട് വികലമാക്കിയപ്പോൾ അതിൽ മനോവേദനയുണ്ടായി. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് പോയത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് ഈ വിഷയത്തിൽ നടപടി എടുക്കുന്നില്ല എന്നാണെങ്കിൽ ഹൈക്കോടതി അടക്കം സമീപിക്കാനാണ് പ്രസാദ് കുഴിക്കാലയുടെ തീരുമാനം. പത്തനംതിട്ട റാന്നിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.